ഇതുപോലെ നമ്മെ സുരക്ഷിതരാക്കി നടത്തുന്ന ദൈവമാണ്. സ്തോത്രം. അപ്പോൾ ഈ ദൈവത്തെ അന്വേഷിച്ചാൽ ഈ ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമല്ല. സ്തോത്രം. ഈ ദൈവത്തെ ഉപേക്ഷിച്ചാൽ ഈ ദൈവത്തെ തൊട്ട് കണ്ടെത്താനും പറ്റത്തില്ല. ദൈവം കൊടുത്തിരിക്കുന്ന വ്യവസ്ഥ അതാ. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തോടു കൂടെ ഇരിക്കുന്നിടത്തോളം കാലം ദൈവം കൂടെ ഇരിക്കും. വായിച്ചോ. 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 2-ാം വാക്യം. അവൻ ആസായെ എതിരേറ്റ് അവനോട് പറഞ്ഞതെന്തെന്നാൽ, ആസായും എല്ലാ യഹൂദരും ബെന്യാമീനും ആയുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ യഹോവയുടെ കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും. എങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇതാ ദൈവത്തിൻ്റെ പ്രമാണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ തള്ളി ജീവിക്കാമെന്നൊരിക്കലും വിചാരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ 7 സ്റ്റെപ്പുകളിൽ കൂടെയാണ് ഇസ്രായേൽ ജനം തകർച്ചയിലേക്ക് പോയത്. 7 വർഷമെടുത്തു. 7ാമത്തെ വർഷമാണ് ദൈവത്തോട് നിലവിളിക്കുന്നത്. എന്ത് കഷ്ടമോ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പോലെ വലിയ പാടാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. 1ാമത്തെ സ്റ്റെപ്പ്, ഇസ്രായേൽ ജനത്തെ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പൊ ആരുടെ കയ്യിലല്ല? ഇവരെ വിളിച്ചിറക്കിയ ദൈവത്തിൻ്റെ കരങ്ങളിലല്ല ഇവർ, മിദ്യാന്യരുടെ കരങ്ങളിലാണ്. അത് ഫീൽ ചെയ്യാൻ തുടങ്ങി, പക്ഷെ തിരിച്ചറിയുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പ്. ശൗലിൻ്റെ കൂട്ട അഭിഷേകം പോയത് അറിഞ്ഞില്ല. നമ്മൾ വിചാരിക്കുന്ന അഭിഷേകം ഇപ്പോഴും ഉണ്ടെന്ന്. ഹല്ലേലൂയ. പക്ഷെ അത് തോന്നല. ശിംശോന് പറ്റിയപോലെ ഇരിക്കും. ഇപ്പോൾ ഞാൻ പൊട്ടിച്ച് കളയുമെന്ന് ശിംശോൻ വിചാരിച്ചു. ഇപ്പോൾ ദൈവശക്തി എൻ്റെ മേൽ വരും, പക്ഷെ വന്നില്ല. ഇവിടെ 1ാമത്തെ സ്റ്റെപ്പിൽ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ കരം കൂടെയുള്ളപ്പോൾ നമുക്ക് ആ സാന്നിധ്യം അറിയാൻ പറ്റും, ആ പ്രസൻസ് അറിയാൻ പറ്റും. കാരണം നമുക്ക് എന്തോ ഒരു ഉറപ്പുണ്ട്, ഒരു ധൈര്യമുണ്ട്. സ്തോത്രം. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ഭയം നമ്മെ കയറിപ്പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അറിഞ്ഞില്ല.